ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലിലാണ്. അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ ഒരാളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിച്ചിരിക്കുന്നു എന്നതാണ്. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നത് എന്ന് ഓർത്തു വെക്കേണ്ടത് നല്ലതാണ്. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാൾക്കും ശല്യം ആവാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. നിങ്ങളെ വേണ്ടാത്ത മനുഷ്യരെ നിങ്ങൾക്ക് ഇത്രയും സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ വേണ്ട മനുഷ്യരെ നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചാൽ പകുതി പ്രശ്നവും തീരും. തളർന്നു പോകാൻ വേണ്ടിയല്ല, ഉയർന്നു പറക്കാൻ വേണ്ടിയുള്ളതാണ് പരാജയം. പരാജയങ്ങളെ മുന്നിൽ കണ്ട് പിന്നോട്ടു പോകാതെ മുന്നേറാനുള്ള ശക്തി നേടണം. കഴിഞ്ഞുപോയ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. സംഭവിച്ചിട്ടില്ലാത്ത ഭാവിയെ ഓർത്ത് ആശങ്ക അരുത്. ഇന്നിൽ ജീവിക്കുക, സന്തോഷം കണ്ടെത്തുക. സ്നേഹമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ബഹുമാനമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ മനസ്സറിഞ്ഞ് നൽകുമ്പോഴാണ് അത് മനോഹരമാകുന്നത്. എല്ലാവരെയും സ്നേഹിക്കുക, കുറച്ചുപേരെ വിശ്വസിക്കുക. എല്ലാം യാഥാർത്ഥ്യമാണ്, എന്നാൽ എല്ലാം സത്യസന്ധമല്ല. വിഡ്ഢിത്തമായ ഒരു ചോദ്യത്തോട് പെട്ടെന്ന് പരിഹാസത്തോടെ പ്രതികരിക്കാൻ കഴിയുന്നത് ആരോഗ്യമുള്ള തലച്ചോറിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ്. അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ കഴിയും. തേൻ പോലെ മധുരിക്കണമെങ്കിൽ തേനീച്ചയെപ്പോലെ ഒത്തൊരുമയോടെ ജീവിക്കണം. അത് കുടുംബത്തിലായാലും സൗഹൃദത്തിലായാലും. തെറ്റ് ജീവിതത്തിൻ്റെ ഒരു പേജാണ്, എന്നാൽ ബന്ധം ഒരു സമ്പൂർണ്ണ പുസ്തകമാണ്. അതുകൊണ്ട് ഒരു പേജിന് വേണ്ടി മുഴുവൻ പുസ്തകവും നഷ്ടപ്പെടുത്തരുത്. ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്, നിങ്ങൾക്ക് സമാധാനം നഷ്ടമാകും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു മാത്രം ഇരിക്കുന്നു. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണ് എന്ന് പറയരുത്. നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്ന ഒരാളെ ഒരിക്കലും വഞ്ചിക്കരുത്. നിങ്ങൾ എപ്പോഴും ഓർക്കുന്ന ഒരാളെ ഒരിക്കലും മറക്കരുത്. നമ്മൾ എത്രമാത്രം സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചാലും ആത്മാർത്ഥത കാണിച്ചാലും നമ്മളെ എപ്പോഴും അന്യരായി മാത്രം കാണുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിലുണ്ടാകും. യോഗമില്ല എന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണം എന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റം കണ്ടെത്തും.